വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും അറസ്റ്റ്. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവാണ് അറസ്റ്റിലായത്. കേസിൽ 4ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രത്യേക അന്വേഷണ സംഘം. കേസിലെ 7ാം പ്രതിയാണ് ബൈജു. വീണ MS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വീണ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇത് 4ാമത്തെ അറസ്റ്റ്. കേസിലെ 7ാം പ്രതിയായ KS ബൈജുവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? രോഹിണി, വലിയ നിർണായകമായ ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കേസിലെ 7ാം പ്രതിയായ തിരുവാഭരണ കമ്മീഷണർ KS ബിജുവിനെയാണ്, മുൻ തിരുവാഭരണ കമ്മീഷണറെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഈ കേസിലെ 4ാമത്തെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മുരാരി ബാബുവിലും അന്വേഷണം കേന്ദ്രീകരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ദേവസ്വം ബോർഡിലെ തന്നെ 3ാമത്തെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന, ഒപ്പം തന്നെ ഈ ഒരു സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പങ്ക് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള മുൻപ് അറസ്റ്റിലായ പ്രതികളുടെ ഭാഗത്തു നിന്ന് മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നിർണായക നടപടി നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, മുൻ ദേവസ്വം കമ്മീഷണർ, മുൻ തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. ആ നടപടിക്രമങ്ങളിൽ നിന്നൊരു നിർണായക നടപടിയിലേക്കാണ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് KS ബിജുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളതും ഒപ്പം തന്നെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയ സ്വർണ്ണ കൊള്ളയിൽ, സ്വർണ്ണ കവർച്ചയിൽ, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ വ്യക്തമായി ഇയാൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വേഗത്തിൽ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടപടികൾ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കോടതിയടക്കം കഴിഞ്ഞ ദിവസം ഇടക്കാല റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചതാണ്, ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടികൾ തിരക്കിട്ട് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിർണായക നടപടിയിലേക്കാണ് SIT സംഘം കടന്നിരിക്കുന്നത്. മുൻ തിരുവാഭരണ കമ്മീഷണറായ KS ബിജുവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ വേഗത്തിൽ ഉണ്ടാകുമെന്ന്. അതെ വീണ, അതുമാത്രമല്ല തിരുവാഭരണ മുൻ കമ്മീഷണറായ KS ബൈജുവിന്റെ അറസ്റ്റ് ഇതിൽ എത്രത്തോളം നിർണായകം എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം വീണ, നമുക്കറിയാം, ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, ഇപ്പോൾ 4ാമത്തെ അറസ്റ്റാണ് KS ബൈജു. തിരുവാഭരണം മുൻ കമ്മീഷണറാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വൻ കവർച്ചയായിരുന്നു, കൊള്ളയായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ SIT നീങ്ങുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പും മൊഴിയും തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ 3ാമത്തത് എന്ന് പറയാം, 3ാമത്തെ ഉദ്യോഗസ്ഥൻ എന്ന് പറയാം. അപ്പോൾ ഏതു രീതിയിലാണ് ഈ സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്നുള്ളത് കൂടിയല്ലേ വ്യക്തമാകുന്നത്? കൊള്ളയിൽ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗൂഢാലോചന നടന്നു, വ്യക്തമായ പങ്കുണ്ട്. ഈ കവർച്ചയ്ക്ക് ഒത്താശ ചെയ്തത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അതിനുള്ള വ്യക്തമായ തെളിവ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ആ കണ്ടെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KS ബിജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി പലതരത്തിലുള്ള ആരോപണങ്ങളടക്കം മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അടക്കമുള്ളവർ നിഷേധിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ. എന്നാൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ, ദേവസ്വം ബോർഡിന്റെ പൊള്ളത്തരങ്ങളെ, ദേവസ്വം ബോർഡിന്റെ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുന്ന നടപടികൾ തന്നെയാണ് SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏറ്റവും നിർണായകമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇനി ഉന്നതരിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നിന്ന്, ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നിന്ന് ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത്, ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുപറ്റിയത്, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത്, എത്ര നാളാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത്, സാമ്പത്തിക ലാഭം എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ ഇനി ചോദിച്ചറിയേണ്ടതുണ്ട്. അറസ്റ്റ് നടപടികൾക്ക് ശേഷം വൈദ്യപരിശോധന അടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയിൽ ഇയാളുടെ പങ്ക് എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയണം. നേരിട്ടുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു, രേഖകളടക്കമുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ മറ്റുള്ളവരുമായി, ദേവസ്വം ബോർഡിലെ 3ാമത്തെ ഉദ്യോഗസ്ഥനാണ് ഇയാൾ. മറ്റു 2 ഉദ്യോഗസ്ഥർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു, സുധീഷ് ബാബുവും മുരാരി ബാബുവും അടക്കമുള്ളവർ. ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഒപ്പം അതെ വീണ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ രാജീവ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, ഏറെ നിർണായകമായ ഒരു ഘട്ടം, അറസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും അറസ്റ്റ് ഉണ്ടാകുമ്പോൾ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജു, 4ാമത്തെ അറസ്റ്റ്, 7ാം പ്രതി, ഇങ്ങനെ നീളുകയാണ് പട്ടിക. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടുതൽ വ്യക്തമാകുന്ന ഒരു സാഹചര്യമല്ലേ?
രോഹിണി, തീർച്ചയായും ഈ കേസിൽ കൂടുതൽ ഉന്നതരിലേക്ക് അറസ്റ്റ് പോവുകയാണ്. നേരത്തെ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ KS ബൈജുവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെ അറിവോട് കൂടി തന്നെയാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് കടത്തിയത് എന്ന് നേരത്തെ ദേവസ്വം വിജിലൻസും കണ്ടെത്തിയിരുന്നു. ഇതേ നിഗമനം തന്നെയാണ് SITക്കും ഉള്ളത്. കൃത്യമായ തെളിവുകൾ KS ബൈജുവിനെതിരെ ലഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് KS ബൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈഞ്ചക്കൽ ഓഫീസിലെത്തിച്ച് കൂടുതൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിലെ 7ാം പ്രതിയാണ് KS ബൈജു. നേരത്തെ KS ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കുമെന്ന സൂചന ലഭിച്ചിരുന്നു. പക്ഷേ സുധീഷ് കുമാറിനെയും അതുപോലെ തന്നെ മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അതായത് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ അറസ്റ്റാണ് ഇതിലൂടെ SIT നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഉന്നതരിലേക്ക് അറസ്റ്റ് നീളും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, നാളെയാണ് SITക്ക് മുരാരി ബാബുവിനെയും അതുപോലെ തന്നെ സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ ലഭിക്കുന്നത്. ഇതിനായി റാന്നി കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ, അതായത് സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ നാളെ ലഭിക്കുകയാണെങ്കിൽ N വാസു ഉൾപ്പെടെയുള്ളവരെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. അങ്ങനെയെങ്കിൽ N വാസുവിന്റെ അറസ്റ്റും ഉടൻ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. കാരണം കട്ടളപ്പാളികൾ കടത്തിയ സംഭവത്തിൽ 3ാം പ്രതിയാണ് N വാസു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റും ഇതിനുശേഷം രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും വളരെ നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. KS ബൈജുവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു കൃത്യമായി ഇടപെടൽ നടത്തിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കടത്താനുള്ള എല്ലാ നീക്കങ്ങൾക്കും പിന്തുണ നൽകി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിർണായകമായ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കേസിലെ 7ാം പ്രതിയാണ് KS ബൈജു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, അതുപോലെ തന്നെ സുധീഷ് കുമാർ. ഇത് കഴിഞ്ഞാൽ 4ാമത്തെ അറസ്റ്റാണ് നിലവിലിപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും അറസ്റ്റ്. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവാണ് അറസ്റ്റിലായത്. കേസിൽ 4ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് SIT. കേസിലെ 7ാം പ്രതിയാണ് KS ബൈജു. വിനീഷ്, 4ാമത്തെ അറസ്റ്റ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ ഒടുവിൽ KS ബൈജുവിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായകമായതെല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെ എന്നുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഇത്ര വലിയൊരു കൊള്ള നടത്താൻ കഴിയില്ല എന്നുള്ളത് തുടക്കം മുതൽ നമ്മൾ സംശയിച്ചത് തന്നെയാണ്. അതിന് ഉതകുന്ന തെളിവുകൾ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഈ അറസ്റ്റുകൾ വരുന്നത്. ഇനിയും കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. N വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള ചില സൂചനകൾ കൂടി വരികയല്ലേ ഈ അവസരത്തിൽ? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ പങ്കുള്ളവരെ കൂടുതലുള്ള അറസ്റ്റിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ 4 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഇതിലൊരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പ്രധാനമായും ആദ്യഘട്ടം മുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ള സ്വാധീനം, വലിയ രീതിയിലുള്ള സ്വാധീനം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യമായിരുന്നു പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നത്. അതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ തിരുവാഭരണ കമ്മീഷണറായ ബൈജു ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ, അവരുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ വിനീഷിലേക്ക് എത്താം. വിനീഷ് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും രോഹിണി, ഈ അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ അതൊരു നിർണായകമായ തെളിവുകൾ ഒരു ശേഖരണം കൂടിയായി മാറുകയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം. പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത്, ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് തന്നെ അന്വേഷണ സംഘം കടക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ ദേവസ്വം കമ്മീഷണറും ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റുമായ N വാസുവിന്റെ അറസ്റ്റിലേക്കും ഈ അറസ്റ്റുകൾ വഴിവെച്ചേക്കും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 2 തവണ N വാസുവിനെ പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ തെളിവുകൾ ലഭിക്കാനായാണ് N വാസുവിനെ പിന്നീട് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരുന്നത്. എന്തായിരുന്നാലും നിർണായകമായ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബൈജുവിന്റെ അറസ്റ്റിലേക്ക്, മുൻ തിരുവാഭരണ കമ്മീഷണറായ ബൈജുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എന്തായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അത് ആദ്യഘട്ടം മുതൽ ഉയരുന്ന ഒരു പ്രധാന വിഷയമാണ്. പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയും BJP അടക്കമുള്ള സംഘടനകൾ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചത് ഇത്തരത്തിലുള്ള ഒരു ആവശ്യമാണ്. ഈ ഒരു കേസിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ അന്നത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് ഇടപെടലുണ്ട്. ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കും ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് ഹിന്ദു ഐക്യവേദിയും BJPയും അടക്കമുള്ള സംഘടനകൾ പ്രധാനമായും ഉന്നയിച്ചത്. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പല ഘട്ടങ്ങളിലായി ഈ കേസിന്റെ ഗൂഢാലോചനയിൽ ഇനി കൂടുതൽ അന്വേഷണം നടത്തും തോറും അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇനി ഈ അന്വേഷണ സംഘത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ കൂച്ചുവിലങ്ങിടുമോ എന്നതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘം സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം മുറുകുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ പ്രതികൂലമായി, CPM-നെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വിഷയങ്ങൾ എത്തുന്നത്. കാരണം N വാസുവിനെ ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്കൊക്കെ കടക്കുമ്പോൾ അത് പ്രധാനമായും ബാധിക്കുന്നത്, പ്രതിക്കൂട്ടിലാക്കുന്നത് CPM-നെയാണ്. പ്രത്യേകിച്ച് CPM-ന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാവ് അല്ലെങ്കിൽ വ്യക്തി തന്നെയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന N വാസു. ആ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ CPM-ന് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി നടത്തിയ ഒരു നിരീക്ഷണം, അത് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായത്. ആ നിരീക്ഷണം അന്താരാഷ്ട്ര വിഗ്രഹ ലോബികൾക്ക്, കള്ളക്കടത്ത് ലോബികൾക്ക് ഇതിൽ ബന്ധമുണ്ടോ, വിഗ്രഹ കള്ളക്കടത്ത് നടത്തുന്ന ലോബികൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം കോടതി നടത്തുകയുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വന്നത്. കാരണം കോടതിയുടെ പോലും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു നിരീക്ഷണം പുറത്തു വരുമ്പോൾ ആ നിരീക്ഷണം പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതും വലിയ തരത്തിൽ സർക്കാരിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലായി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ദേവസ്വത്തിന്റെ മാനുവൽ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടളപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികളും നൽകാനുള്ള ഒരു തീരുമാനം 2019 ആ ഉത്തരവ് നൽകിയത് എന്തടിസ്ഥാനത്തിലാണ്? പ്രത്യേകിച്ച് തിരുവാഭരണ കമ്മീഷണർ കൂട്ടത്തില്ലാതെ അല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിലല്ലാതെ ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്വത്തുവകൾ, പ്രത്യേകിച്ച് സ്വർണ്ണ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദേവന്റെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അടയാഭരണങ്ങൾ തുടങ്ങിയവ ഒരു കാരണവശാലും ക്ഷേത്ര പരിസരം വിട്ട് പുറത്തു പോകുമ്പോൾ അതിൽ പൂർണ്ണമായും തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം വേണമെന്ന് ദേവസ്വം ബോർഡിന്റെ തന്നെ നിബന്ധനകളിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണമായ ഭരണസമിതിയും അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വത്തിന്റെ തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന ബൈജു അടക്കമുള്ളവർ കൂട്ടുനിന്നുകൊണ്ട് ഒരു സാധാരണ ഒരു സാധനം, ഒരു ലേല കരാർ നൽകി ഒരു വ്യക്തിക്ക് കൈമാറുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കുമ്പോൾ അതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. അതിൽ കക്ഷികളായി ഈ പറയുന്ന എല്ലാവരും ഉൾപ്പെടുന്നു എന്ന സംവിധാനം തന്നെയാണ് പ്രഥമ ദൃഷ്ടിയാൽ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ അന്വേഷണ സംഘം അത് തന്നെയാണ്, അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം അന്വേഷണം പുരോഗമിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വൻ സ്രാവുകൾ ഈ വിഷയത്തിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. പല ഘട്ടങ്ങളിൽ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണമാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ഒപ്പം തന്നെ BJPയും ആവശ്യപ്പെട്ടത് CBI അന്വേഷണമാണ് ഈ വിഷയത്തിൽ പ്രധാനമാവുക. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിഗ്രഹ ലോബികൾ, നേരത്തെ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായ തരത്തിലുള്ള കൊള്ള അല്ലെങ്കിൽ ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ലോബികൾക്കാണ് ബന്ധമുണ്ടെങ്കിൽ അത്
രാജ്യാന്തര തലത്തിലുള്ള അന്വേഷണം വേണമെങ്കിൽ CBIയുടെ അന്വേഷണം തന്നെ വേണ്ടിവരും. ഒപ്പം തന്നെ ഈ ചെറു സ്രാവുകളെ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം ഇപ്പോഴും നിലവിലെ അന്വേഷണ സംഘം നടത്തുന്നു എന്നതാണ്. അതെ, തീർച്ചയായും നമുക്ക് അതിലേക്ക് തന്നെ വരണം. വിനീഷ്, ദയവായി തുടരുക. വീണയിലേക്ക് കൂടി പോവുകയാണ്. വീണ, KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘം എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോകുക? അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും രോഹിണി, വലിയ നിർണായക നടപടിയാണ് SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് KS ബൈജുവിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്നു. അറസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈഞ്ചയ്ക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരിക. വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരും. എത്തരത്തിലൊരു ഗൂഢാലോചനയുടെ പങ്ക്, ഇയാൾ ഏത് തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തോ, ഒപ്പം തന്നെ ഈ വിവരങ്ങൾ അറിയാമായിരുന്നിട്ടും അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ ഈ ഇത്തരത്തിലുള്ള കള്ളത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കവർച്ചയ്ക്ക് കൂട്ടുനിന്നോ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ദേവന്റെ സ്വർണം ഇത്തരത്തിൽ കവർച്ച ചെയ്യുന്നതിന് ഒത്താശ ചെയ്ത്, അതായത് ദേവസ്വം ബോർഡിൽ തന്നെ ഇരുന്നു കൊണ്ട് അത്തരത്തിലുള്ള ഒരു കവർച്ച ചെയ്തു എന്നതിന്റെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്ന്, രോഹിണി സൂചിപ്പിച്ചതുപോലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ചിലെ ഓഫീസിൽ എത്തിക്കും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും, അതായത് ഉദ്യോഗസ്ഥരുടെ തന്നെ രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് ചോദ്യം ചെയ്യുവാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളുടെ, ഇതിനു മുമ്പ് അറസ്റ്റിലായ സുധീഷ് കുമാറിന്റെയും ഒപ്പം തന്നെ മുരാരി ബാബുവിന്റെയും കസ്റ്റഡി അപേക്ഷയ്ക്ക് SIT സംഘം ശ്രമിക്കുന്നുണ്ട്. നാളെ അപേക്ഷയ്ക്ക് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ മൂവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. മൂവർ പറയുന്നത്, അതായത് സുധീഷ് കുമാറും ഒപ്പം തന്നെ മുരാരി ബാബുവും അതുപോലെ തന്നെ KS ബൈജുവും പറയുന്ന മൊഴിയിലെ വ്യക്തതകൾ തിരിച്ചറിയണം. ഒപ്പം ഇവർ തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു ഗൂഢാലോചനയിൽ ചേർന്നത്, ഗൂഢാലോചനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, രേഖകളടക്കം നശിപ്പിച്ചോ എന്നുള്ള നടപടികൾ അറിയണം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ അറിയണം. KS ബൈജുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ അറിയണം. അത് മാത്രമല്ല, ഇയാൾ ആ ഒരു കാലയളവിൽ മറ്റുദ്യോഗസ്ഥർക്ക്, ഇവരോടൊപ്പം ചേർന്ന് മറ്റുദ്യോഗസ്ഥർ നടത്തിയ പങ്ക്, ഈ തട്ടിപ്പിൽ മറ്റു ഉദ്യോഗസ്ഥരുണ്ടോ, അവരുടെ വിവരങ്ങൾ കൂടി തേടേണ്ടത്. ഇത് പലതരത്തിലുള്ള ഉന്നതരുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് അറസ്റ്റിലായ പ്രതികൾ നൽകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റും KS ബൈജുവിന്റെ അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു കേസിൽ 4ാമത്തെ പ്രതിയാണ് ഇയാൾ. 3 ഉദ്യോഗസ്ഥരെയാണ്, ദേവസ്വം ബോർഡിലെ 3 ഉദ്യോഗസ്ഥരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഭക്തരിലടക്കം വലിയ ഞെട്ടൽ ഉണ്ടാക്കുകയാണ്. ബോർഡിനെ അടക്കം, ദേവസ്വം ബോർഡിലടക്കം വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ഭക്തർക്കും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡിനെ വിശ്വസിച്ച് ഇത്തരത്തിൽ ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തേണ്ട, കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യേണ്ട അവർ തന്നെ കളവിന് കൂട്ടുനിൽക്കുമ്പോൾ, കൊള്ളക്കാരായി മാറുമ്പോൾ അത് ഭക്തരെ അടക്കം വലിയ തരത്തിൽ വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇത്തരത്തിൽ SIT സംഘത്തിന്റെ നടപടികൾ പുരോഗമിക്കുമ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നിർണായക നടപടികളിലേക്ക്, നിർണായക നീക്കങ്ങളിലേക്കാണ് സംഘം കടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇയാളെ എത്തിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യ പരിശോധന ഉണ്ടാകും. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം, ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ വാങ്ങുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്, പങ്ക് അറിയേണ്ടതുണ്ട്, സാമ്പത്തിക ലാഭമടക്കം ഇയാൾ ഇതുമൂലം ഉണ്ടാക്കിയോ എന്നുകൂടി ഈ ഒരു മുൻ ജീവനക്കാരൻ, ദേവസ്വം ബോർഡിലെ മുൻ ജീവനക്കാരൻ നേടിയോ എന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നിർണായക നടപടികളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്.